അടച്ചിട്ട് വളർത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ലൈൻ സെറ്റാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ബന്ധുക്കളായിട്ടുള്ള 3 കൂട്ടുകാരികൾ. അപ്പോഴാണ് ആ നാട്ടിലെ തന്നെ പണക്കാരനായിട്ടുള്ള ഒരു കിളവനാണെങ്കിൽ ആ സഹോദരിമാരെ വളയ്ക്കാൻ വേണ്ടി വരുന്നത്. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൻ ലാ ഗോൾട്ടെ എന്ന് പറഞ്ഞ് 1996 റിലീസ് ചെയ്ത സിനിമയാണ്. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ടോം എന്ന പേരുള്ള ഒരു പയ്യനാണെങ്കിൽ അവരറിയാതെ പതിയെ എഴുന്നേറ്റ് വെളിയിലേക്ക് പോകുന്നതായിരുന്നു. അവിടെ ചെന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടുകാരനെയും വീട്ടുകാരുടെ ഇടയിൽ നിന്ന് പതിയെ ശബ്ദമില്ലാതെ എഴുന്നേൽപ്പിച്ചിട്ട് വെളിയിലേക്ക് പോകും. ഈ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലവധിക്കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സന്തോഷത്തോടെ എവിടെയും കളിക്കാൻ വേണ്ടി പോകും. അതിനുവേണ്ടി ഇവരെ കണ്ടുപിടിക്കുന്ന ഹാജ് എന്ന് പറഞ്ഞൊരു വൃദ്ധൻ്റെ കെട്ടിടത്തിൻ്റെ അവിടെ പോയി ഒളിച്ചിരിക്കും. അന്നേരമാണ് ഇവരുടെ കൂട്ടുകാരിൽ ഒരുത്തം പറയുന്നത് ഹാജാണെങ്കിൽ മാതൃകനാണെന്നും അവന് 7 ഭാര്യമാരുണ്ടായിരുന്നും അവരെല്ലാം അവൻ കൊന്നു കളഞ്ഞായിരുന്നെന്നൊക്കെ. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പെൺകുട്ടികളാണെങ്കിൽ ഒരു കടയിലിരുന്ന വിവാഹ വസ്ത്രങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അവരുടെ ജോലി അതായിരുന്നു. ആ പെൺകുട്ടികളുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീന, ഫ്രെഡ, ജിഗി എന്നായിരുന്നു. അവരാണെങ്കിൽ പ്രണയത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ജിഗി ആണെങ്കിൽ പറയും അവളുടെ കൂട്ടുകാരിയുടെ കാമുകനാണെങ്കിൽ ഇവളെയും കൊണ്ട് സിനിമ തിയേറ്ററിൽ പോവുകയും അതുപോലെ തന്നെ ഒരുപാട് നല്ല മൂമെൻറ്റ്സ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തെന്ന്. ഇതുപോലുള്ള മൂമെൻറ്റ്സ് ആണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമാണെന്ന് ഫ്രെഡയും പറയും. എന്നാൽ ടീനയ്ക്കാണെങ്കിൽ പേടിയായിരുന്നു. ടീന പറയും അവളുടെ അച്ഛനെങ്ങ ഇങ്ങനെ പ്രണയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയുന്നു. എന്നാൽ ബാക്കി 2 പേരുമാണെങ്കിൽ വാക്ക് കൊടുക്കും ഇതൊരിക്കലും വെളി അറിയാതിരിക്കാൻ തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ മാസം തീരുന്നതിന് തൊട്ട് മുന്നേ ഇവർക്കൊരു പ്രണയം ഉണ്ടായിരിക്കണമെന്ന്. അതിനുശേഷം ഫ്രെഡയാണെങ്കിൽ അവരെ 2 പേരെയും വിളിച്ചോടെ നേരെ ഒരു പള്ളിയിലേക്ക് പോകും. ഒരു ധൈര്യത്തിന് വേണ്ടിയായിരുന്നു. അവിടെ ചെന്ന ശേഷം ഇവർ ആഗ്രഹങ്ങളെല്ലാം ഉറക്കെ പ്രാർത്ഥിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കുമാണ് മാർക്സോ എന്ന് പറഞ്ഞ ഇറ്റലിയിൽ നിന്ന് ഒരുത്തൻ തിരിച്ചു വരുന്ന കേസ് അറിയുന്നത്. അവരാണെങ്കിൽ അവിടെ തന്നെ നല്ലൊരു സുന്ദരനായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെല്ലാം അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ഫ്രെഡയുടെ ബന്ധുവായിരുന്നു. അങ്ങനെ അവൻ്റെ കുടുംബമാണെങ്കിൽ നല്ല ആകാംക്ഷയോടെ തന്നെ അവന് തിരിച്ചു വരുന്നതിനെയൊക്കെ വരവേറ്റിക്കൊണ്ടിരിക്കും. അവനെ കാണാൻ വേണ്ടി ഒരുപാട് പെൺകുട്ടികളും അവിടെ വന്ന് നിൽക്കും. ഇതേ സമയം തന്നെ ഫ്രെഡയുടെ അമ്മയാണെങ്കിൽ ഹാജിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഇന്ന് ഹാജാണെങ്കിൽ ഇവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടായിരുന്നു. അന്നേരമാണ് ഫ്രെഡയാണെങ്കിൽ തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ കടൽ തീരത്തേക്ക് പൊക്കോട്ടെ അമ്മയോട് ചോദിക്കുന്നത്. അവളുടെ അമ്മയാണെങ്കിൽ സമ്മതിക്കും. അതിനുശേഷം ഫ്രെഡയും അവളുടെ കൂട്ടുകാരികളും കൂടെ ആണെങ്കിൽ കടൽ തീരത്തേക്ക് പോകും. അവിടെയാണെങ്കിൽ മാർക്സ് ഉണ്ടായിരുന്നു. ഇതേ സമയം ജിയുടെ കണ്ണുകളാണെങ്കിൽ മാർക്സോയുടെ നേരെ തന്നെയായിരുന്നു. അതിന് ശേഷമാണ് ഇവരുടെ കുടുംബങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. ഈ സമയത്താണെങ്കിൽ ടീനിയാണെങ്കിൽ കുളിക്കാൻ വേണ്ടി പോകും. ഇതേ സമയത്ത് തന്നെ നാട്ടിലെ ചില ആമ്പിള്ളേരാണെങ്കിൽ ഇതുപോലെ പെണ്ണുങ്ങളുടെ കുളി ഒളിഞ്ഞു നോക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയും ചെയ്യും. ഇപ്പുറത്തെ ഈ ഒരു വേണമെങ്കിൽ ഹാജാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ വേണ്ടി പോകും. അവനാണെങ്കിൽ അറിയാതെ ചെന്ന് അബദ്ധത്തിൽ കുളിമുറി തുറക്കുമ്പോഴത്തേക്കിനുമാണ് അകത്ത് ഫ്രീഡ കുളിക്കുന്നത് കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നത്. അവിടെ നിന്ന് അവനാണെങ്കിൽ തിരിച്ചു വരുമെങ്കിലും അവളെ കണ്ട നിമിഷം മുതൽ അവൻ്റെ മനസ്സ് മുഴുവൻ അവൾ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ആമ്പിള്ളേരാണെങ്കിൽ അവിടെ ചെന്നിട്ട് ടീനേനെയും ജിഗിനെയും ആണെങ്കിൽ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരുത്തനാണെങ്കിൽ അത് കണ്ട് ബോധം കിട്ടി വീഴുകയും ചെയ്യും. പിന്നീടാണ് ഫ്രെഡയാണെങ്കിൽ അവളുടെ കൂട്ടുകാരികളുടെ കൂടെ വെളി പോകാൻ വേണ്ടി അവളുടെ അച്ഛനോട് അനുവാദം ചോദിക്കുന്നത്. അവളുടെ അച്ഛൻ സമ്മതിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ വെക്കും. അവൻ്റെ അനിയൻ്റെ ഒരു നോട്ടം ഉണ്ടാവുമെന്ന് പറയും. പിന്നീടാണെങ്കിൽ അവൻ്റെ അനിയനെ കാണിക്കും. അവൻ റെയിൽവേയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവൻ പറയുന്ന റെസ്റ്റോറൻറ്റിൽ ഇവർക്ക് പോകാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഫ്രെഡയുടെ അച്ഛൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം ഫാമിലി ആയിട്ടാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ഹാജ് ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ നല്ലതല്ലാത്ത രീതിയിൽ ഫ്രെഡേനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നീട് അന്ന് ആ പള്ളിയിൽ വെച്ച് കണ്ട സ്ത്രീയും ഹാജും കൂടെ വാടകയുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ആ സ്ത്രീയാണെങ്കിൽ പറയുന്നത് സുന്ദരിയായിട്ടൊരു പെണ്ണിനെ ഇനിയും ഹാജിന് കല്യാണം കഴിച്ചുകൂടെയെന്ന്. അവനാണെങ്കിൽ ഈ പ്രാവശ്യം സമ്മതിക്കും. അതിനുശേഷമാണ് ഫ്രെഡയുടെ സഹോദരിയുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആഘോഷത്തിനായിട്ട് മുഴുവൻ നാട്ടുകാർ ഒരുമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയമാണ് ജി വന്ന് ഇവരോടെല്ലാം പറയുന്നത് ഇങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇവർക്കാണെങ്കിൽ ഒരു പ്രണയബന്ധം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ അവരാണെങ്കിൽ ഒരു തീരുമാനം എടുക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന 3 ആണുങ്ങളോട് ആദ്യം തന്നെ സംസാരിച്ച് തുടങ്ങാമെന്ന്. അങ്ങനെ അവർ പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ആ പാർട്ടിയിലുണ്ടായിരുന്ന 3 യുവാക്കൾ അവരെ ക്ഷണിക്കും. നേരെ തന്നെ അവളുമാർ അവരുടെ 3 പേരുടെയും കൂടെ പോകും. അങ്ങനെ അന്ന് വിവാഹ രാത്രി എത്തിച്ചേരും. അവിടെ മാതാപിതാക്കളാണെങ്കിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. ഹാജാണെങ്കിൽ ഫുൾ സമയം ഫ്രെഡേനെ നോക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. കാരണം അവൻ്റെ മനസ്സിലാണെങ്കിൽ അവളുടെ രൂപം ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഒരുപാട് സുന്ദരിമാർ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ ഫ്രെഡ മാത്രമായിരുന്നു. അതിൻ്റെ ഇടയിൽ വെച്ചാണ് ടീനയും ഫ്രെഡയും ജിഗിയും കൂടെ ആമ്പിള്ളേരുടെ കൂടെ പാർട്ടി ചെയ്യാൻ വേണ്ടി അങ്ങോട്ടങ്ങ് പോകുന്നത്. അവിടെ ചെന്ന ശേഷം ജ്യൂസിലാണെങ്കിൽ മദ്യം കലർത്തി പെൺകുട്ടികളെ കൊടുത്ത ശേഷം അവരെല്ലാം കൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഹാജി നോക്കുമ്പോഴത്തേന് പെട്ടെന്ന് ഫ്രെഡയെ കാണത്തില്ല. അവനാണെങ്കിൽ അവളെല്ലാം തേടിക്കൊണ്ടിരിക്കും. ഇതേ സമയം 3 പെൺകുട്ടികളും അവളവളുമാർക്ക് ഇഷ്ടപ്പെട്ട ആണുങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരാണെങ്കിൽ പതിയെ ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ വെച്ച് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങും. ഇതേ സമയത്താണ് ഹാജാണെങ്കിൽ അവർ അച്ഛന്മാരെയും കൂടിക്കൊണ്ട് ആ മുറിയിലേക്ക് വരുന്നത്. അത് കണ്ടവണനെ ആൺകുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും.
പിന്നീട് പെൺകുട്ടികളുടെ അച്ഛന്മാരാണെങ്കിൽ ഈ കാര്യത്തിൽ അവരോട് ശരിക്കും ദേഷ്യപ്പെടുകയും അവരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. അതോടുകൂടി ഇനി 3 പേരും തമ്മിൽ കാണല്ലെന്ന് തീരുമാനമെടുക്കും. അതുപോലെ തന്നെ ഇവരുടെ അച്ഛന്മാർ തമ്മിലും കാണല്ലെന്ന് തീരുമാനമെടുക്കും. ഈ സമയത്ത് ആമ്പിള്ളേരാണെങ്കിൽ വേറൊരു ഫാക്ടറിയുടെ അകത്ത് പോയി ഒളിച്ചിരിക്കുമായിരുന്നു. കാരണം അവർക്ക് ന്യൂസ് കിട്ടിയായിരുന്നു ആ പെണ്ണുങ്ങളുടെ അച്ഛന്മാരാണെങ്കിൽ ഇവന്മാരെ അന്വേഷിച്ച് നടക്കുവാന്ന്. ഇതിനിടെയാണ് ഹാജാണെങ്കിൽ ആ സ്ത്രീയോട് ചോദിക്കുന്നത് ഫ്രെഡയാണെങ്കിൽ കന്യകയാണോ എന്ന് ശരിക്കും ഒന്ന് അന്വേഷിക്കാവോ എന്ന്. അന്നേരമാണ് ആ സ്ത്രീ പറയുന്നത് അത് പതിയെ നമുക്ക് അന്വേഷിക്കാമെന്ന്. പിറ്റേ ദിവസം തൊട്ട് 3 പെൺകുട്ടികളും വീട്ടിൽ തന്നെ ഇരിപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടുകാരെ കാണാൻ പറ്റാത്തതിൽ നല്ല വിഷമിച്ചായിരുന്നു ഇരുന്നത്. ടീനയ്ക്കാണെങ്കിൽ ആ രാജ്യത്തോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളുടെ അമ്മയാണെങ്കിൽ വന്നിട്ട് ആശ്വസിപ്പിക്കും, ജനിച്ച നാടും കുടുംബമൊക്കെ ഒരു ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു. ഇതേസമയം ഫ്രെഡയുടെ അമ്മയാണെങ്കിൽ ഫ്രെഡയ്ക്കാണെങ്കിൽ അവരുടെ പാരമ്പര്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇടാൻ വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവളുടെ അമ്മ പറയും ഇനി തൊട്ട് ഈ വസ്ത്രം ഇടുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അടിവസ്ത്രം ഇടേണ്ട ആവശ്യമില്ലെന്ന്. ഇതേ സമയത്ത് അന്ന് കണ്ട സ്ത്രീയാണെങ്കിൽ ജിയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് അവൾക്കാണെങ്കിൽ ഒരുപാട് യുവാക്കളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് ഇതിൽ ആരെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ചോദിക്കും. ഇതേ സമയം തന്നെ ഹാജാണെങ്കിൽ ഫ്രെഡയുടെ വീട്ടിലേക്ക് എത്തും. അവിടെയാണെങ്കിൽ അവളുടെ മാതാപിതാക്കളില്ലാത്ത സമയമായിരുന്നു. ഫ്രെഡയാണെങ്കിൽ വീട് വൃത്തിയാക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഹാജാണെങ്കിൽ അവിടെ പതുങ്ങി നിന്നിട്ടാണെങ്കിൽ അവളെ ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും. പിന്നീട് അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഫ്രെഡയാണെങ്കിൽ ആ സമയത്ത് അകത്ത് തന്നെ ഇരിക്കുന്നവൾ നല്ല ദേഷ്യത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. ഹാജാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവളോട് അടുത്തടുത്ത് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥമാണെങ്കിൽ ഫ്രെഡയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ മനഃപൂർവ്വം തന്നെ അവനെയാണെങ്കിൽ നൈസായിട്ടൊന്ന് വശത്താക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവനെ ഉപയോഗിച്ച് തന്നെ അവളാണെങ്കിൽ അവളുടെ അച്ഛനോട് സംസാരിച്ച് അവൾക്ക് വീണ്ടും തയ്യൽ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയുള്ള അനുവാദം മേടിച്ചു കൊടുക്കണമെന്ന് അവനോട് ആവശ്യപ്പെടും. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അവളാണെങ്കിൽ എന്നും ഹാജിനെ കാണാൻ വരാമെന്ന് അവനോട് പറയും. ഇത് കേൾക്കുമ്പോഴത്തേന് ഹാജിയാണെങ്കിൽ സന്തോഷമാകും. അന്ന് രാത്രിയാണെങ്കിൽ 3 കുടുംബത്തിലെ സ്ത്രീകളാണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവരുടെ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി ഇവർക്ക് പഴയ പോലെ ആകാൻ പറ്റണമെന്ന്. അങ്ങനെ പിറ്റേന്നാണ് ഹാജാണെങ്കിൽ ഫ്രെഡയുടെ അച്ഛനെ പോയി കാണുന്നത്. എന്നിട്ട് പറയും ഫ്രെഡയെ വിവാഹം കഴിക്കാൻ വേണ്ടി അവൻ ഇഷ്ടമാണെന്നും ഇതുവരെ ഉണ്ടായ ചീത്തപ്പേരൊക്കെ അവൻ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ഫുള്ള് മാറിക്കോളും ആലോചിച്ചിട്ട് പറയാനൊക്കെ പറയും. എന്നാൽ അവളുടെ അച്ഛനാണെങ്കിൽ അപ്പം തന്നെ പറയും ഇപ്പം അങ്ങനെ തീരുമാനമൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഇതേ സമയത്ത് തന്നെയാണ് ആ 3 ആമ്പിള്ളേരാണെങ്കിലും അവളുമാർക്ക് രഹസ്യമായിട്ട് സന്ദേശം അയക്കാൻ വേണ്ടി ഓരോ പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഫ്രെഡയുടെ അച്ഛനാണെങ്കിൽ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പഴയ കൂട്ടുകാർ ഓർക്കും. അങ്ങനെയാണെങ്കിൽ അവനാണെങ്കിൽ അവരെ കാണാൻ വേണ്ടി പോകും. പിന്നീട് അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണയൊക്കെ മാറി വീണ്ടും ആ കുടുംബങ്ങളെല്ലാം ഒന്നിക്കും. അതിനുശേഷമാണ് 3 പെൺകുട്ടികളും എങ്ങനെയൊക്കെ കാമുകന്മാരെ കാണാമെന്ന് വീണ്ടും പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ ഒരു ഉത്സവ ദിവസമായിരുന്നു. അന്നായിരുന്നു അവളുമാരാണെങ്കിൽ കാമുകന്മാരെ കാണാൻ വേണ്ടി തീരുമാനിച്ച ദിവസം. ഇതേ സമയം തന്നെയാണ് ഹാജാണെങ്കിൽ ഫ്രെഡയുടെ മുറിയിലേക്ക് കടക്കുന്നത്. അവനവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ ഒളിച്ചോടുവാനായിട്ട് ഒരു കത്ത് കണ്ടുപിടിക്കും. ഇതേ സമയത്ത് തന്നെ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളോട് 15 മിനിറ്റ് മാത്രമേ അവർക്ക് സമയമുള്ളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ലെറ്റർ കിട്ടിയ ഹാജാണെങ്കിൽ ഉടനെ തന്നെ ഫ്രെഡയുടെ അച്ഛനെ കൊണ്ടുപോയി കത്ത് കാണിക്കും. ഇതറിഞ്ഞ് അവളുടെ അച്ഛനാണെങ്കിൽ അവളെ കിടന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരുടെയും മുമ്പ് വെച്ച് കത്ത് കാണിച്ച ദേഷ്യത്തിലാണെങ്കിൽ അവനാണെങ്കിൽ വിളിച്ച് പറയും ഹാജാണെങ്കിൽ അവൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ കാര്യം. അങ്ങനെ ആളുകളെല്ലാം ബഹളം വെക്കുമ്പോഴത്തേക്കിനുമാണ് ഹാജിൻ്റെ കൂടെയുള്ള സ്ത്രീയാണെങ്കിൽ പെട്ടെന്ന് അവനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്നത് അന്നാണെങ്കിൽ പെൺകുട്ടികളെല്ലാം കൂടെ പള്ളിയിൽ വന്നിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഇങ്ങനൊരു പ്രണയാതാവിനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ ഇത് കേൾക്കുന്ന പെൺകുട്ടികളുടെ അച്ഛന്മാരാണെങ്കിൽ പെട്ടെന്ന് അവളുമാരെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അവിടെ എല്ലാം അവരാണെങ്കിൽ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനമാണെങ്കിൽ അവർ പള്ളിയിലേക്ക് പോകുമ്പോഴത്തേക്കിനും 3 പെൺകുട്ടികൾ അവിടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണും. അങ്ങനെ അവർക്കാണെങ്കിൽ സന്തോഷമാവും. അവരുടെ കന്യകാകൃതമാണെങ്കിൽ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പിക്കും. അങ്ങനെ ഫ്രെഡനെ കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ ഹാജാണെങ്കിൽ അവിടെയുള്ള അയൽവാസിയോട് ഭയങ്കരമായി ദേഷ്യപ്പെടും. അവൻ വാടക തന്നില്ലെന്ന് പറഞ്ഞ് അവനെയാണെങ്കിൽ പുറത്താക്കും. അങ്ങനെ ഹാജിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരുന്നത് കണ്ട ഫ്രെഡയ്ക്കാണെങ്കിൽ അവനോട് ഭയങ്കരമായി ദേഷ്യം തോന്നും. അങ്ങനെ അവളാണെങ്കിൽ വീട്ടിലെത്തി അന്ന് അവളുടെ അമ്മ തന്ന പരമ്പരാഗതമായിട്ടുള്ള നീളമുള്ള ആ ഗൗണാണെങ്കിൽ ധരിക്കും. അന്ന് അവളുടെ അമ്മ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലാണെങ്കിൽ അടിവസ്ത്രമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മുഖം മറിച്ചിട്ട് അവളാണെങ്കിൽ ഹാജിൻ്റെ വീട്ടിലേക്ക് പോകും. ഹാജാണെങ്കിൽ അവളോട് എന്തിനാണ് വന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അവളുടെ ഗൗണാണെങ്കിൽ അഴിച്ചു മാറ്റും. അവളുടെ സൗന്ദര്യം കണ്ട് ഹാജാണെങ്കിൽ അമ്പരന്ന് നിന്നു പോവും. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അവനാണെങ്കിൽ അത്ര സൗന്ദര്യമുള്ള ഒരുത്തിയെ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു കാഴ്ച കണ്ടതിൻ്റെ ആഘാതത്തിൽ അവനാണെങ്കിൽ തളർന്നു വീണ് അവൻ ജീവൻ നഷ്ടപ്പെടും. ഫ്രെഡയാണെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഇതേ സമയം അവർ അച്ഛന്മാരാണെങ്കിൽ എല്ലാ വിഷമങ്ങളും ഒക്കെ മറന്ന് ഒരുമിച്ച് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾക്കാണെങ്കിലും പഴയ പോലെ വലിയൊരു നിയന്ത്രണമൊന്നുമില്ലാതെ സന്തോഷത്തോടെയും സാന്ദ്രത്തോടും കൂടി നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അഭിനയത്തോട് വാടക കൊടുക്കേണ്ട ഹാജി മരിച്ചുകൊണ്ട് അവർക്കാണെങ്കിൽ ആ വീടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഈ സിനിമയോട് അവസാനിക്കും.